നമസ്കാരം. ഞാൻ ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് അട്ടപ്പാടി സ്കൂളിലാണ് ലഭിച്ചിരിക്കുന്നത്. എനിക്ക് ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു സിറ്റുവേഷനായിരുന്നു. കാരണം വെച്ചാൽ നമുക്കറിയാം ഒരു അട്ടപ്പാടി എന്ന് പറയുന്നത് പീസ്ഫുള്ളായിട്ടുള്ള പ്രകൃതിരമണീയമായ ഒരു സ്ഥലത്താണ് എനിക്ക് ആദ്യത്തെ പോസ്റ്റിംഗ് കിട്ടി. അതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ മേഖലകളിൽ ഒരു അധ്യാപകന് ജോലി എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്നൊരു സാഹചര്യം തന്നെയാണ്. കാരണം വെച്ചാൽ നമുക്കറിയാം ഇവിടെയുള്ള കുട്ടികൾക്ക് അതായത് പുറം ലോകം എന്താണ് എന്നുള്ളതും അല്ലെങ്കിൽ ഭാവിയിൽ എന്തെല്ലാം ആവാം എന്നുള്ള കാര്യത്തിലും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും അപ്പോൾ നല്ല നല്ല പ്രവൃത്തികൾ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടുത്തെ പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ അട്ടപ്പാടി മേഖലയിൽ എനിക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനായി കിട്ടിയതിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണ്. ഇനിയുള്ള ദിവസങ്ങൾ എൻ്റെ കരിയറിൽ മാക്സിമം കുട്ടികൾക്ക് വേണ്ടി നല്ല നല്ല പ്രവർത്തനങ്ങളും ചെയ്ത് കുട്ടികളെ നല്ലൊരു നിലയിലോട്ട് എത്തിക്കുക എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് മണികണ്ഠൻ. ഞാനിപ്പോൾ HSST ജൂനിയർ സുവോളജി ആയിട്ട് അട്ടപ്പാടി പുതൂർ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോയിൽ HSST എൻ്റെ പഠനാനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ MSc സുവോളജി വിക്ടോറിയ കോളേജിലാണ് കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ അതിനുശേഷം പല പ്രൈവറ്റ് മേഖലകളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് HSA PSC എക്സാം എഴുതുകയും പിന്നെ അതിൽ 7th റാങ്ക് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ആദ്യം മേഴത്തൂർ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഞാൻ കൊടുവായൂർ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. ആ HSA പ്രിപ്പറേഷൻ ആ സമയത്ത് തന്നെയായിരുന്നു ഈ പറഞ്ഞ ഹയർ സെക്കൻഡറി വിളിക്കുന്നത്. സോ അതും വളരെ ആക്റ്റീവായിട്ട് ഞാൻ പങ്കെടുക്കുകയും അല്ലെങ്കിൽ പഠിക്കുകയും അതും ഒരു നല്ല റാങ്ക് കിട്ടി. പിന്നെ അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് ഹയർ സെക്കൻഡറി അധ്യാപകനായിട്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ പഠനം അല്ലെങ്കിൽ രണ്ടും ഈ ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയുടെയും ഈ PSC പഠനം എന്ന് പറയുന്നത് വളരെ നമുക്കറിയാം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത്രയും എല്ലാ കാര്യങ്ങളും അതായത് ഓരോ ഈച്ച് ആൻഡ് എവറി പോർഷൻസ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നമ്മൾ പഠിച്ച് മാത്രം നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ ഹാർഡ് വർക്ക് എത്രമാത്രം നല്ലൊരു ഹാർഡ് വർക്കാണ് ഇതിൻ്റെ പുറകിൽ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അതിൻ്റെ ഒരു ഫലമാണ് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ ആണെങ്കിൽ ആദ്യം ഹൈസ്കൂൾ പോസ്റ്റിംഗ് ആയിരുന്നു, പിന്നീടാണ് ഇപ്പോൾ ഹയർ സെക്കൻഡറി ആയി മാറിയത്. അപ്പോൾ ഈ എനിക്ക് ആഗ്രഹിച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. കാരണം നമുക്കറിയാം PG നെറ്റ് ഈ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ലൊരു തന്നെയാണ് ഹയർ സെക്കൻഡറി പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ 2011 ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ അതിനുശേഷം 1 ഇയർ B.Ed ആയിരുന്നു. പിന്നെ സെറ്റ് ആ സമയത്ത് തന്നെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്കറിയാം നമ്മൾ പഠിച്ചിറങ്ങുന്ന സമയത്ത് തന്നെ ഒരു PSC വിളിക്കണം എന്നൊന്നും ഉണ്ടാവില്ല. എല്ലാവർക്കും അത് സ്വാഭാവികമാണ്, അറിയാവുന്നതാണ്. പക്ഷേ ആ സമയം വെയിറ്റ് ചെയ്യാതെ നമുക്കറിയാം പല പ്രൈവറ്റ് മേഖലകളിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇപ്പോൾ ട്യൂഷനാവാം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് കോളേജുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള എൻട്രൻസ് സ്ഥാപനങ്ങൾ നമ്മൾ വർക്ക് ചെയ്ത് അപ്പോൾ എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് നമ്മളെപ്പോഴും തറവായിട്ട് വയ്ക്കുക. അപ്പോൾ എപ്പോഴാണോ PSC വിളിക്കുന്നത് ആ PSC വിളിക്കുന്ന ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കുക. കാരണം നമുക്ക് സബ്ജക്റ്റ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്, നമ്മൾ ടച്ച് വിട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ സബ്ജക്റ്റ് ഓക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കം മുതൽ എപ്പോഴാണോ വിളിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ പ്രീവിയസ് ഇയർ എപ്പോഴാണോ വിളിച്ചത് PSC വിളിച്ചത് അതിൻ്റെ കാലാവധി കഴിഞ്ഞ് നെക്സ്റ്റ് എപ്പോഴാണ് PSC കോൾ ഫോർ ചെയ്യുന്നത് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ HSST ആവാം, UPST ആവാം, LP UP നമുക്കറിയാം LP UP എക്സാം, HSA, then HSST, പിന്നെ കോളേജ് തലമാണെങ്കിൽ അതും. അപ്പോൾ എല്ലാം PSC എന്താണ് മുൻകൂട്ടി മനസ്സിലാക്കി കൃത്യമായി നമ്മൾ ഓരോരുത്തരും പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കറിയാം PSC ടീച്ചിങ് പ്രൊഫഷൻസിൽ ജനറൽ ആണെങ്കിൽ ഇപ്പോൾ 40 എബോ ഏജിലൊക്കെ നമുക്ക് എക്സാംസൊക്കെ എഴുതാൻ പറ്റുന്നതാണ്. സോ അതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം എല്ലാവരും കൃത്യമായ ഒരു ഫോളോ അപ്പ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകുക എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നമുക്കറിയാം ഒരു സ്പെഷ്യൽ കോച്ചിങ്ങും ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റിറ്റീവ് ക്രാക്കറിലായിരുന്നു. അപ്പോൾ അവരുടെ നല്ലൊരു സപ്പോർട്ട് എല്ലാം കൊണ്ടും നല്ലൊരു സപ്പോർട്ട് എനിക്ക് ലഭിച്ച അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഞാനിപ്പോൾ ഒരു HSST ജൂനിയറായിട്ട് ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാം HSA അല്ലെങ്കിൽ HSSTയുടെ പ്രിപ്പറേഷനെ കുറിച്ചാണെങ്കിൽ നമ്മളെപ്പോഴും
ഈ പറയണ PSC സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ബേസിക്സ് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ്. ഇപ്പോൾ +1 +2 ലെവൽ നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞാൽ കോളേജ് തലത്തിലുള്ള പാഠഭാഗങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ അതിനുപരി നമുക്കറിയാം നമ്മുടെ സിലബസ് ഇപ്പോൾ HSA ആണെങ്കിലും HSST ആണെങ്കിലും സിലബസ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓരോ പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളുകളും വളരെ വ്യക്തമായിട്ട് പഠിക്കുക. അത് ബേസിക്സ് ലെവലിൽ നിന്ന് പഠിച്ചു തുടങ്ങുന്നതാണ്. കോളേജ് തലം വരെ എത്തുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ പ്രിപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ ഓരോ മൊഡ്യൂളിനും ഒരു കൃത്യമായ നോട്ട് പ്രിപ്പറേഷൻസ് അത്യാവശ്യമാണ്. നോട്ട് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മൾ എല്ലാം എഴുതണം, ഈച്ച് ആൻഡ് എവരി പോയിന്റ് എഴുതണം എന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആ ലെവലിനനുസരിച്ച് ഇപ്പോൾ ഏതാണ് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് മറന്നു പോകുന്ന പോർഷൻസ് ഉണ്ടാവും. അത് കൃത്യമായി നമ്മൾ ഒരു നോട്ടിൽ എഴുതി വയ്ക്കുക. അങ്ങനെ ഓരോ മൊഡ്യൂളുകളും കംപ്ലീറ്റായി എന്ന് ഉറപ്പായതിനു ശേഷം വീണ്ടും എന്ത് ചെയ്യണം, നമ്മൾ റിവൈസ് ചെയ്യുക. നമുക്കറിയാം റിവിഷനാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ 2ഉം 3ഉം തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ചോദ്യപേപ്പറിൽ എന്താ പറയുക ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാവില്ല, നെഗറ്റീവ് വരില്ല. മാക്സിമം ഈ നെഗറ്റീവൊക്കെയാണ് ഇപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ ആൻസർ കീ നോക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പലതും നെഗറ്റീവായി മാറിയിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു എക്സാം എന്ന് പറയുന്നത് നെഗറ്റീവിലൂടെ നമ്മുടെ മാർക്ക് പോകാൻ പാടില്ല. മാക്സിമം നമ്മളത് നല്ലൊരു മാർക്കിലോട്ട് എത്താൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് ഏറ്റവും ഒന്ന് നോട്ട് പ്രിപ്പറേഷനാണ്, 2 റിവിഷൻ കൂടിയാണ്. അപ്പോൾ അത് ബേസിക് ടു ഹയർ ലെവലുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു റാങ്ക് കിട്ടും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. പിന്നെ ഇതിൽ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് HSA ആണെങ്കിൽ 20 മാർക്കിന് ജനറൽ പോർഷനാണ് വരുന്നത്. HSST ആണെങ്കിൽ 30 മാർക്കിനും. അപ്പോൾ ഈ നമ്മുടെ റാങ്കിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ തന്നെയാണ് ഈ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷ നമുക്കറിയാം എല്ലാവർക്കും സബ്ജക്റ്റ് പഠിച്ച് ജനറൽ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ അതൊന്നും നോക്കാതെ തുടക്കം മുതലേ പത്രവായനയാണെങ്കിലും ചെറിയ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്ന കുഞ്ഞു ഇൻഫർമേഷൻ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക എന്നതാണ്. അതിൽ നിന്നാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ റാങ്ക് നല്ല രീതിയിൽ എത്താനും സാധിക്കുന്നത്. അപ്പോൾ തുടക്കം മുതലേ ചെറിയ പോർഷൻസായി പഠിച്ച് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് പഠിക്കുന്നതോടൊപ്പം തന്നെ ജനറൽ പേപ്പറും പഠിക്കുകയാണെങ്കിൽ നല്ലൊരു റാങ്ക് തീർച്ചയായിട്ടും നമുക്ക് നേടാൻ സാധിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രിപ്പറേഷൻ സമയത്ത് എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് സ്ട്രഗിൾസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിലും ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഞാൻ ഈ പറയുന്ന എല്ലാം ഫേസ് ചെയ്തത്. അപ്പോൾ ഈ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്കൊരു നല്ലൊരു ജോലി നേടുക, ഗവൺമെൻറ് സർവീസിൽ കയറുക എന്നത് തന്നെയാണ്. അപ്പോൾ പല ബുദ്ധിമുട്ടുകളും നമ്മളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും അതിനെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ തരണം ചെയ്ത് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ജോലിയാണ് പ്രധാനം. മാക്സിമം നമ്മളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിനില്ലാതെ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ PSC എന്നൊരു നേട്ടം നേടാൻ പല സ്ട്രഗിൾസിലൂടെ നമ്മൾ പോയിട്ടുണ്ടാവും, അല്ലേ? അപ്പോൾ എൻ്റെയും ലൈഫിൽ ആ രീതിയിൽ തന്നെയാണ്. സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് പഠിച്ച് വന്നൊരു കുട്ടിയാണ്. പിന്നെ നമുക്കറിയാം ജോലി എന്ന് പറയുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ ഈ പലതരം പ്രൈവറ്റ് മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻട്രൻസ് സ്ഥാപനങ്ങളാവാം, പിന്നെ അതുപോലെ തന്നെ ഒരു എയ്ഡഡ് കോളേജിൽ 3 വർഷം ഞാൻ വർക്ക് ചെയ്യുന്നതിനും ആ കോളേജിൽ വർക്ക് ചെയ്യുന്ന ആ സമയത്ത് തന്നെയാണ് ഈ HSAയും HSSTയും PSC വിളിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഞാൻ കോളേജിൽ പോവാതെ അല്ലെങ്കിൽ അതിനുവേണ്ടി സമയം മാറ്റിവെക്കുക അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മാക്സിമം ഉള്ള സമയത്ത്, അതായത് വൈകുന്നേരത്ത് കോളേജ് വന്നതിന് ശേഷമാണ് എൻ്റെ പഠനം എന്ന് പറയുന്നത്. ഒരു 11-12 മണി വരെ അതിനുവേണ്ടി സമയം കണ്ടെത്തി പഠിക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ജോലിയും അത്യാവശ്യമാണ്, അതോടൊപ്പം തന്നെ ഒരേ സമയത്ത് നമ്മുടെ പ്രിപ്പറേഷൻസും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. ഏത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും, നമ്മുടെ ജോലി തിരക്ക് ഉണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കുട്ടികൾ നോക്കേണ്ടി വരും, അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതിനൊക്കെ ആ സമയം വരെ എന്ത് ചെയ്യണം, നമ്മൾ മാക്സിമം അതൊക്കെ ഒഴിവാക്കി പഠനത്തിലോട്ട് കൊണ്ടുവരിക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം നമ്മുടെ PSC പഠന സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ഒരു ഇതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സിനെ നമ്മളെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. പലരും പല രീതിയിൽ
ചോദിക്കും, ഇനിയും ജോലി ആയില്ലേ, PSC കിട്ടിയില്ലേ എന്നൊക്കെ ചോദ്യം ഉണ്ടാവും. പക്ഷെ പല നെഗറ്റീവ് ഫാക്ടേഴ്സിനും നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക, അത് കണ്ടില്ല എന്ന് നടിക്കുക, നമ്മളുടെ ഒരു ലക്ഷ്യത്തോട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രെസ് മാനേജ്മെന്റ് ചെറിയ ചെറിയ റിലാക്സേഷനൊക്കെ അത്യാവശ്യം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു, എൻ്റെ ജോലി ഞാൻ ക്വിറ്റ് ചെയ്തിട്ടൊന്നും അല്ല PSC പഠനത്തിനായിട്ട് മാറ്റിവെച്ചത്. അപ്പോൾ ജോലിയും പഠനവും ഒരുമിച്ച് തന്നെയായിരുന്നു കൊണ്ടുപോയത്. അപ്പോൾ നമ്മൾക്ക് പ്രിപ്പറേഷൻസിൽ ഒരു കൺസിസ്റ്റൻസി എപ്പോഴും ഉണ്ടായിരിക്കണം, സ്ഥിരത ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ ഒരു പഠനം കഴിഞ്ഞിട്ട് അത് മാറ്റുക, പിന്നെ ഒരു മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുക, അങ്ങനെയല്ലാതെ തുടർച്ചയായിട്ട് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല റാങ്കിൽ എത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. HSST പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാവർക്കും എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ കേസിലാണെങ്കിൽ ഇപ്പോൾ HSST നമ്മൾ ഡിഗ്രി ലെവലും അതുപോലെ തന്നെ PG ലെവലും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും റെഫർ ചെയ്യുന്നു. പിന്നെ ഓൾറെഡി HSA പഠിച്ചത് കൊണ്ട് അതിൻ്റെ നോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എന്ത് ചെയ്തത്, HSSTക്ക് വേണ്ടി പ്രിപ്പറേഷൻ നടത്തിയത്. പിന്നെ ഞാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ ഓൺലൈനായിട്ട് കോച്ചിങ്ങിന് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. കാരണം നമുക്കത് നിരന്തരം അവിടെ ആപ്പിലൂടെയുള്ള ക്ലാസ്സുകൾ വാച്ച് ചെയ്യുക. കാരണം ഈച്ച് ആൻഡ് എവറി മൊഡ്യൂളിൻ്റെ ചെറിയ ചെറിയ അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റോളം ഉള്ള വീഡിയോസ് കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുന്നതും വളരെ യൂസ്ഫുള്ളായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ലൈവ് സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലും ഇതുപോലെ നമുക്കറിയാം, ഈ ലൈവ് സെഷൻ അവർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓരോരുത്തരുടെ പേര് എടുത്ത് ചോദിക്കുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്. അപ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ എപ്പോഴാണോ പഠിച്ച മൊഡ്യൂളിൻ്റെ ടോപ്പിക്കുകൾ അത് ചോദിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് മോശമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ആ കണ്ടന്റ് പഠിച്ചിട്ടാണ് നമ്മൾ ആ ലൈവ് സെഷനിലൊക്കെ അറ്റൻഡ് ചെയ്യാറ്. പിന്നെ ഞങ്ങൾ HSSTക്ക് അവരുടെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ ഈ പറയുന്ന പോൾ ക്വസ്റ്റ്യൻസ് ഓരോ ദിവസവും രാവിലെ മോർണിംഗ് 10-15 പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അത് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാരണം വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ്, നമുക്ക് എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് ആൻസർ തെറ്റിപ്പോയി, അപ്പോൾ എന്തുകൊണ്ട് തെറ്റാൻ കാരണം, അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്യും, ആ പോർഷൻസ് ഒന്നുകൂടി പഠിച്ച് റെഫർ ചെയ്ത് കണ്ടന്റ് ക്ലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിയറി മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ എവിടെയാണോ ജോയിൻ ചെയ്യുന്നത് ആ ജോയിൻ ചെയ്യുന്ന ക്ലാസ് അവർ തരുന്ന ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ പഠനത്തിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു, ഒരു നോട്ട് പ്രിപ്പറേഷൻ എന്തായാലും അത്യാവശ്യമാണ്. പിന്നെ പുതുതായിട്ട് പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സബ്ജക്റ്റ് ടെക്സ്റ്റ് വിട്ടവർ ധാരാളം ഉണ്ടാവും. അപ്പോൾ അത്തരം ആൾക്കാർ എന്തായാലും ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് കൃത്യമായ എല്ലാ ക്ലാസ്സുകളും എല്ലാ മൊഡ്യൂളുകളും എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ ജനറൽ പേപ്പർ നമുക്കറിയാം, HSST എന്ന് പറയുന്നത് ജനറൽ പേപ്പർ ഉള്ള ഒരു ടോപ്പ് വിഷയം ആയതുകൊണ്ട് അതിനും ഒരു കൃത്യമായ ഒരു സെപ്പറേറ്റ് നോട്ട് നമ്മൾ കരുതിയിട്ട് വേണം പ്രിപ്പറേഷൻ നടത്താൻ. പിന്നെ എക്സാം ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം അറിയാലോ ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഒരു മാസം ഗ്യാപ്പിൽ കൃത്യമായ എന്താ പറയുക, എല്ലാ എന്താണ് നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ അതെല്ലാം ഒഴിവാക്കിയിട്ട് മാക്സിമം കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. പിന്നെ റിവിഷനാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. നമുക്കറിയാം, റിവിഷൻ ഇല്ലെങ്കിൽ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. കാരണം നമ്മൾ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസാണ്. ആ വാസ്റ്റ് ആയിട്ടുള്ള സിലബസിൽ നമ്മൾ തുടക്കം മുതൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ വീണ്ടും മറന്നു പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ പഠിച്ചു പോയ കാര്യങ്ങളൊന്ന് 2-3 തവണ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റാങ്കിൽ എത്താൻ സാധിക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി ചെയ്യുന്ന എല്ലാ അല്ലെങ്കിൽ PSC പ്രിപ്പറേഷൻ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഒക്കെ നന്നായി പ്രിപ്പയർ ചെയ്യുക. എല്ലാവിധ ആശംസകളും നേരുന്നു.